പുതുചരിത്രമെഴുതാൻ വി.ഡി. സതീശൻ മന്ത്രിസഭ. ഒന്നിലധികം വനിതാ മന്ത്രിമാരെ ഉൾപ്പെടുത്താൻ ഹൈക്കമാൻഡ് ആലോചനയിൽ. യു.ഡി.എഫിന്റെ പരമ്പരാഗത രാഷ്ട്രീയ ചരിത്രത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ഒന്നിലധികം വനിതകളെ ഇക്കുറി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് അണിയറയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മുൻപ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ.ഡി.എഫ് സർക്കാരുകൾ 2 വനിതകൾക്ക് മന്ത്രി പദവി നൽകി നടപ്പിലാക്കിയ മാതൃക പിന്തുടരാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും കെ.പി.സി.സി നേതൃത്വവും ഇപ്പോൾ ഗൗരവമായി ആലോചിക്കുന്നത്. മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്ന വനിതാ പ്രതിനിധികളുടെ പട്ടികയിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളായ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. ഇതിനു പുറമെ വടകരയിൽ നിന്നുള്ള ആർ.എൻ.പി പ്രതിനിധിയായ കെ രമയെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ്. യു.ഡി.എഫ് രാഷ്ട്രീയത്തിൽ വിപ്ലവകരമായേക്കാവുന്ന ഈ നീക്കം അന്തിമഘട്ട ഉഭയകക്ഷി ചർച്ചകളിൽ നിർണായക സ്വാധീനം ചെലുത്തും. അതേസമയം ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ എണ്ണവും പ്രധാന വകുപ്പുകളും സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി നേതൃത്വം. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം, ആർ.എസ്.പി തുടങ്ങിയ പ്രമുഖ ഘടകകക്ഷികൾ ഉന്നയിച്ച ആവശ്യങ്ങളും തർക്ക വിഷയങ്ങളും പരിഗണിച്ചുകൊണ്ട് സമവായ ഫോർമുല രൂപീകരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഘടകകക്ഷികൾക്കിടയിൽ പൊതുവായ യോജിപ്പുണ്ടെന്നാണ് സൂചന. വരും മണിക്കൂറുകളിൽ നടക്കുന്ന നിർണായക യോഗങ്ങൾക്ക് ശേഷം മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യം സംബന്ധിച്ച കൃത്യമായ ചിത്രം പുറത്തുവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.